ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ ഒറിജിനൽ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ രാവിലെ ഒരു പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ഒറിജിനൽ വിശേഷം വന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദേനെയാണ്. അപ്പം നന്ദയാണെങ്കിൽ ഇത് എന്ത് പറ്റി സിന്ദൂരം ഷർട്ടിലൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, അയ്യോ അതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, എന്തോ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് എന്ത് മറയ്ക്കാനാ, പിന്നെ നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അത്രയും വലിയൊരു മിഷനിൽ ചെന്ന് പെടുകയും അതുപോലെ തന്നെ അത്രയ്ക്ക് ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതും കൂടുതലും മലയാളികൾ തന്നെയായിരുന്നു. പിന്നെ ഈ സ്ത്രീകൾ മാത്രമല്ലല്ലോ ഇപ്പൊ ഈ കുറിയൊക്കെ തൊടുന്നത്, പുരുഷന്മാരും കുറിയൊക്കെ തൊടും. അപ്പം അതിനിടയിൽ എങ്ങനെയെങ്കിലും പറ്റിയതായിരിക്കും, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗൗതം അങ്ങ് ഒഴിഞ്ഞു മാറി. അപ്പൊ നന്ദയെ ഓർത്തു, പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നന്ദയും അങ്ങ് പോയി കേട്ടോ. നന്ദ ചിരിച്ചുകൊണ്ടാണ് അങ്ങ് പോയത്. പക്ഷേ നമ്മുടെ ഗൗതം അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, എൻ്റെ ഈശ്വര ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. കാരണം അത്രയും വലിയൊരു കാര്യം മറച്ചു വെച്ചിരിക്കുകയാണ്. അത് നന്ദയിൽ നിന്ന് മാത്രമല്ല, പോലീസ് ഓഫീസറുടെ ആ ഒരു കയ്യിൽ നിന്നും ഒക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് ഒരു വലിയ രഹസ്യം. ഏതായാലും അത് കഴിഞ്ഞ് നമ്മുടെ ഗൗതം വണ്ടിയിലിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. വണ്ടിയിലിരുന്ന് നേരെ ഐജിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഐജിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഐജി ഒരു കൺഗ്രാജുലേഷൻസ് ഒക്കെ കൊടുത്തു. ഏതായാലും ഈ ഒരു ദൗത്യം പൂർത്തിയാക്കിയല്ലോ, അതിന് എൻ്റെ വകയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വകയും ഒക്കെ ഒരു നല്ലൊരു മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഏതായാലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ക്യാപ്റ്റൻ അഖില രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങ് നിസ്സാരമായിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല ഗൗതം. കാരണം അങ്ങനെ ഒരു സ്ത്രീ ആ ഒരു ഗ്യാങ്ങിൽ വന്ന് പെടണമെങ്കിൽ അവൾ എത്ര മാത്രം ധൈര്യമുള്ളവളാണ്, എത്രമാത്രം മനസ്സിന് കട്ടിയുള്ളവളാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, ഇനിയിപ്പം കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകണം. ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് ഗൗതമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞപ്പം അതൊന്നും കുഴപ്പമില്ല സാർ. പിന്നെ അഖില എന്ന് പറയുന്ന ആ പെൺകുട്ടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഇനിയിപ്പം ആ പെൺകുട്ടി നന്നാകുമോ, അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയില്ലല്ലോ, ചിലപ്പം അത് നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണോ എന്നൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹേയ്, നമുക്ക് ഈ തീവ്രവാദികളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കലല്ലോ ഗൗതം പരിപാടി. നമുക്ക് അങ്ങനെ അതൊന്നും അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യം, അതൊക്കെ കഴിഞ്ഞു പോട്ടെ. ഏതായാലും അവളെ കിട്ടുകയാണെങ്കിൽ എവിടെ വെച്ചോ ആ സ്പോട്ടിൽ തന്നെ തീർക്കുകയാണ് ചെയ്യേണ്ടത്. അവള് കൊടും തീവ്രവാദിയിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. സ്ത്രീ എന്ന ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ ഒരു IG അല്ല കേട്ടോ, കമ്മീഷണർ അങ്ങ് പോയി. അപ്പൊ നമ്മുടെ ഗൗതം ഇങ്ങനെ വീണ്ടും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പല പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നു. അപ്പൊ പിന്നെ കാണിക്കുന്നതാണ് അന്ന് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം. അതായത് ആ ഒരു തീവ്രവാദികളെ കൊല്ലാൻ പോയ ഒരു സമയത്ത് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഗൗതം ഓർക്കുന്നു. നമ്മുടെ അഖിലേനെ കാണുന്നു. അപ്പൊ അഖില ഇങ്ങനെ പതിയെ ആ ഒരു നാട് വിടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ കാട്ടിനകത്ത് വെച്ച് അഖിലേനെ കാണുന്നു. അഖിലേനെ കണ്ടത് ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ ഗൗതം. എന്താണ് ആമി ഇവിടെ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ആമി എന്നാ വിളിക്കുന്നത്, അഭിരാമി എന്നാണ് നമ്മുടെ അഖിലയുടെ യഥാർത്ഥ പേര്. ആമി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പം ആമി എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവര് കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്, ഒരു സ്കൂളിൽ പഠിച്ചവരാണ്, കോളേജിലും സ്കൂളിലൊക്കെ ഇവർ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പൊ നമ്മുടെ ആദിത്യന്റെ യഥാർത്ഥ പേര് സൂരജ് എന്നാണ്. അപ്പൊ സൂരജും ഈ പറയുന്ന ആമിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതാണ് എന്നൊക്കെ നമ്മുടെ ഗൗതമിനൊക്കെ അറിയാം. ഇതിന്റെ കൂടെ അർജുനും ഉണ്ട് കേട്ടോ. അപ്പൊ അർജുനും ഇവരൊക്കെ ഒരു ഗ്യാങ് ആയിരുന്നു സ്കൂളിൽ പഠിച്ച സമയത്ത്. അപ്പം ഗൗതം ചോദിക്കും, നീ ഈ രാത്രി എന്താണ് ഇവിടെ, നീ പെട്ടെന്ന് ഇവിടെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ, ഈ രാത്രി അതും ഈ ഒരു കോലത്തില് നിനക്ക് എന്താ പറ്റിയത്, അതുമല്ല നിന്റെ കൂടെ ഇപ്പൊ സൂരജ് കാണണ്ടായിരുന്നല്ലോ, സൂരജ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പം എവിടെയാ താമസിക്കുന്നത്, നിന്റെ വീട്ടുകാരെവിടെയാ? വീട്ടുകാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ സൂരജിന്റെ കൂടെ ഇറങ്ങി പോന്നപ്പോ തന്നെ അവരെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. സൂരജിന്റെ കൂടെ നീ ഇറങ്ങിപ്പോയപ്പോ എന്തിനാ അവർ ഉപേക്ഷിക്കുന്നത്? അവർക്കൊക്കെ സൂരജിനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, അവർക്കൊക്കെ അന്നും ആ ബന്ധം അറിയായിരുന്നല്ലോ. അത് പിന്നെ അല്ല, സൂരജ് എവിടെ? സൂരജിനെ കാണുന്നില്ലല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ആമി, നിന്നെയൊക്കെ എത്രമാത്രം കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ നോക്കിയെന്നറിയാമോ? അർജുന്റെ വിവാഹം കഴിഞ്ഞു, നീ അറിഞ്ഞില്ലല്ലേ? അർജുന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പി നോക്കാൻ സ്ഥലമില്ല. നിങ്ങളുടെ നമ്പർ ഒന്ന് കിട്ടുമോന്ന് അറിയാൻ വേണ്ടി ഈ പറയുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാ സംഭവത്തിലും ഞാൻ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ ഓർത്തു, പിന്നെ വേണ്ട എന്ന് ഓർത്തങ്ങ് വിട്ടു കളഞ്ഞു. വേണമെങ്കിൽ നിന്റെ നാട്ടിൽ വന്ന് വിളിക്കായിരുന്നു, പക്ഷെ അന്ന് ആ ഒരു ടൈമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ആമി പറഞ്ഞു, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ ഒരു സോഷ്യൽ മീഡിയയിലും ഇല്ലാത്ത ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് ഗൗതം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് അഖില അവിടെ വരണമെങ്കിൽ അതെന്തിനാണ് എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ ഗൗതം ആവർത്തിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, ഈ ഒരു സമയത്ത് എന്താ ഇവിടെ, അതിനുള്ള മറുപടി നീ പറഞ്ഞില്ലല്ലോ എന്ന് നമ്മുടെ ഗൗതം ചോദിക്കുന്നുണ്ട്.
അപ്പോഴാണ് നമ്മുടെ അഖില് ചോദിച്ചല്ല ഈ പാതിരാത്രി എന്താ ഗൗതം എവിടെ, അത് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ദേ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഈ പാതിരാത്രി ഞാനിവിടെ നിൽക്കാൻ കാരണം അതിന് കുറെ കാരണങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാലേ ഇവിടത്തെ ഈ ഒരു ഏരിയയിൽ നീ നിൽക്കുന്നത് തന്നെ അത് വലിയ ആപത്താ. ആപത്തോ? എന്താ ആപത്ത്? ഞാൻ ഒരു വലിയൊരു മിഷനുമായിട്ട് വന്നതാണ്. എന്നെ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ച കാര്യം എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ കുറച്ച് തീവ്രവാദികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓഹോ അതിനോട് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനാണ് വന്നതെങ്കിൽ ഗൗതമിന് പോകാം, പോയി ഗൗതമിന്റെ ജോലി നോക്കുക എന്നിങ്ങനെ അഖില പറഞ്ഞു. അങ്ങനെ പോകാൻ വേണ്ടി നമ്മുടെ ഗൗതം തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് അഖില കൈ കയറി പിടിച്ചിട്ട് നമ്മുടെ അഖില പറഞ്ഞു, ഒരു കാര്യം കൂടി എനിക്ക് ഗൗതമിനോട് ചോദിക്കാനുണ്ട്. അല്ല, നിന്റെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അർജുനെ ഷൂട്ട് ചെയ്യോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ ആമി, നീ തമാശ പറയാണോ? ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ സംസാരിക്കുന്നത്? ദേ ഞാനൊരു കാര്യം ചോദിച്ചതിന് നീ മറുപടി പറ. അവൻ എൻ്റെ അനുജനല്ലേ, അപ്പൊ പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാലും എനിക്ക് അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓഹോ, അപ്പം സൂരജിനെയോ? സൂരജും അർജുനൊക്കെ എനിക്ക് ഒരുപോലെയല്ലേ ആമി? സൂരജും അർജുനും നീയൊക്കെ ഒരുപോലെയാ. എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഗൗതമിനോട്. എന്താ നിനക്ക് പറയാനുള്ളത്? നീ ധൈര്യമായിട്ട് പറഞ്ഞോ. ഗൗതം അന്വേഷിച്ചു പോകുന്ന ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് എത്രമാത്രം നീ ഉൾക്കൊള്ളുന്നൊന്നും എനിക്കറിയില്ല. നീ അന്വേഷിച്ചു പോകുന്നത് ഒരു ആദിത്യനെയല്ലേ? കേണൽ ആദിത്യൻ. അതെ. അതെങ്ങനെ നിനക്കറിയാം? നീ പറ. നിന്നോട് പറയാനാ പറഞ്ഞത്. അത് പിന്നെ ഞാൻ പറഞ്ഞാൽ നീ എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നൊന്നും എനിക്കറിയില്ല. ദേ നിന്നോട് ഞാൻ പറയാനാ പറഞ്ഞത്. നീ കൂടുതൽ വേറൊന്നും പറയണ്ട. അതെ, ഈ പറഞ്ഞ സൂരജ് ആദിത്യനാ. ദേ നീ എന്താടി ഈ പറയുന്നത്? ദേ ചുമ്മാ തമാശ കളിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ പണ്ട് നിനക്ക് കുറച്ച് തമാശകളി കൂടുതലായിരുന്നു. ഞാൻ തമാശയല്ല പറഞ്ഞത്, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. നീ തപ്പി നടക്കുന്ന ആദിത്യൻ സൂരജ് തന്നെയാ. അപ്പം നീ സംശയിക്കണ്ട, എൻ്റെ പേര് ക്യാപ്റ്റൻ അഖില. ഇതേ സമയം പെട്ടെന്നായിരുന്നു നമ്മുടെ ഗൗതം തോക്കെടുത്തത്. തോക്ക് എടുത്തിങ്ങനെ ചൂണ്ടിയതും പറഞ്ഞു നമ്മുടെ അഖില പറഞ്ഞു, എന്നെ കൊല്ല്. പിന്നെ ഇപ്പം ജീവിക്കണമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. അത് ഈ കുഞ്ഞു വയറ്റ് ജനിച്ചതിന് ശേഷമാണ് ഒരു സാധാരണക്കാരിയായിട്ട് ജീവിക്കാൻ എനിക്ക് തോന്നുന്നത്. നിനക്ക് കൊല്ലണമെങ്കിൽ ഇപ്പം നീ എന്നെ കൊന്നോ, എനിക്ക് വിരോധമില്ല. എന്തും സഹിക്കാൻ തയ്യാറായിട്ട് തന്നെയാ ഈ അഖില ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മുടെ ഗൗതം തോക്ക് അങ്ങോട്ട് താഴെ ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ആമി നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നീ എത്ര പാവമായിരുന്നു. നീ എന്ത് നല്ലൊരു കുട്ടിയായിരുന്നു. നീ നന്നായിട്ട് പഠിക്കുമായിരുന്നല്ലോ. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും നീ നന്നായിട്ട് ചെയ്യുമായിരുന്നല്ലോ. ഈ വഴി നീ എങ്ങനെയാ കണ്ടെത്തിയത്? എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പം, അത് പിന്നെ ഒരുപാട് കടമകൾ കടന്നിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത്. അല്ല ഗൗതമിന് ഞാൻ പറയുന്നത് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പം, നീ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അഖില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതിനിടയിൽ വേറെ കുറെ പോലീസുകാര് നമ്മുടെ സൂരജിന്റെ, അതായത് ആദിത്യന്റെ ആ ഒരു വീട് മൊത്തം വളഞ്ഞു കേട്ടോ. അപ്പം അവിടെ ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള എല്ലാവരെയും തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ അഖില ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഗൗതമിനോട്. അങ്ങനെ നമ്മുടെ അഖില പറയാണ്, വീട്ടുകാരോട് കലഹിക്കുന്നവരും വീട്ടുകാരുമായിട്ട് യുദ്ധം ഉണ്ടാക്കുന്നവരും ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയുള്ളൂ. ഞങ്ങൾ സമൂഹത്തിനോട് കലഹിക്കുന്നു. സമൂഹത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന വ്യവസ്ഥിതികളൊന്നും ഞങ്ങൾക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ട് അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയേനെ, മറ്റുള്ളവരെ കൊണ്ട് അത് ഞങ്ങൾ അനുസരിപ്പിച്ചേനെ എന്ന് പറഞ്ഞപ്പം, നിനക്ക് നിസ്സാരമായിട്ട് ഇത് പറയാം. ഇതിന്റെയൊക്കെ അവസാനം എവിടെയാണെന്ന് നിനക്കറിയാമോ? അതറിയാം, ഒരു ബുള്ളറ്റിൽ തന്നെ ആയിരിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയാം എൻ്റെ പൊന്ന് ആമി, നീ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്ക്. വിപ്ലവം വിജയക്കൊടി നാട്ടുന്നത് അതെവിടെയാണെന്ന് അറിയാം എനിക്ക്. അത് നന്നായിട്ട് അറിയാഞ്ഞിട്ട് തന്നെയാ, അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. എനിക്കറിയാം, ഇതുപോലെയുള്ള തീവ്രവാദികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസകരമാണ്. പിന്നെ ഒരു സഹോദരിയെ പോലെ നിന്നെയും സൂരജിനെയും ഒക്കെ ഞാൻ കണ്ടുപോയി. അതുകൊണ്ടാണ് ഈ നിമിഷവും നീ ജീവനോടെ എൻ്റെ മുൻപിലിരുന്ന് സംസാരിക്കുന്നത്.
ദേ അതേ ആനുകൂല്യം ഞാൻ ഗൗതമിന് തന്നിട്ടുണ്ടല്ലോ. എൻ്റെ കയ്യിലും പല ആയുധങ്ങളുണ്ട്, അത് ഗൗതമിന് അറിയാലോ. ദേ ആമി, നീ നിർത്ത്, നിനക്ക് ഞാൻ ഇനിയും പല അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞു. ദേ നീ ഇതിൽ നിന്ന് പിന്മാറണം, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് നീ രക്ഷപ്പെട്. അങ്ങനെ രക്ഷപ്പെടാൻ നീ നോക്ക്. നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നില്ലേ, അതിനെയെങ്കിലും സമൂഹത്തിന്റെ നല്ലതിന് വേണ്ടി മാത്രം കൊണ്ടുവരാൻ നോക്കാൻ പറഞ്ഞു. ഇതേ സമയമാണെങ്കിൽ പെട്ടെന്നൊരു കാർച്ച കേട്ടു കേട്ടോ. വേറെ ആരുടെയും കാർച്ചയല്ല ആ കേട്ടത്, നമ്മുടെ ആദിത്യന്റെ തന്നെയാണ്. കുറെ വെടി പൊട്ടുന്ന ശബ്ദവും കേട്ടു. ഈ സമയത്ത് പോലീസുകാർ അവിടെ വീട് വളഞ്ഞായിരുന്നല്ലോ. അപ്പം അവിടെയുള്ള തീവ്രവാദികളെ എല്ലാം കൊന്നു കളയുക തന്നെ ചെയ്തു ആ പോലീസുകാരെ. അപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖില സത്യം മനസ്സിലാക്കുന്നത്, സൂരജും കൊല്ലപ്പെട്ടു എന്ന്. ആ ഒരു സമയത്തിനുള്ളിൽ ഗൗതമും ആ സത്യം തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പം പോലീസുകാർ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വന്നപ്പം നമ്മുടെ അഖിലേനെ മാറ്റി നിർത്തി ഗൗതം, കാറിന്റെ മറവിൽ നിർത്തി. അപ്പം ഗൗതം ചോദിച്ചു എങ്ങനെയാ, എന്താ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെയുള്ളവരെ മിക്കവരും തന്നെ കൊന്നിട്ടുണ്ട്, പുറത്തൊരാൾ മെയിൻ ആയിട്ടുണ്ടായിരുന്നു, അയാളെ ആദ്യം വെടിവെച്ചു, അയാൾ തീർന്നു എന്ന് ഉറപ്പാക്കി എന്നൊക്കെ ഇങ്ങനെ ആ പോലീസുകാരൻ വന്ന് നമ്മുടെ ഗൗതമിനോട് പറഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അഖില പേടിച്ച് വിറച്ച് നിൽക്കുക. തന്റെ ഭർത്താവാണോ അതിനിരയായത്, തന്റെ ഭർത്താവ് മരിച്ചോ എന്നൊന്നും അറിയില്ലല്ലോ. ആ ഒരു അവസ്ഥയിൽ അഖില നിൽക്കുന്നത്. അങ്ങനെ ആ പോലീസുകാരൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, ആദിത്യനും മരണപ്പെട്ടിട്ടുണ്ടെന്ന്. ഇത് കേട്ടതും ചങ്കു പൊട്ടി അഖില നിന്ന്. അഖില ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൗതമും വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. ഒരു കളിക്കൂട്ടുകാരൻ എന്ന നിലയിൽ ആ ഒരു പരിഗണനയിൽ ഒരു ചെറിയൊരു വിഷമം കാണുമല്ലോ. അപ്പൊ ആ ഒരു വിഷമത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് പോലീസുകാരന്റെ ഈ വാക്കുകൾ കേട്ടിട്ട്. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.